ബംഗ്ലാദേശിൽ പൊട്ടിത്തെറികൾ നടക്കുകയാണ്, കലാപം ഇങ്ങനെ കത്തുകയാണ്. യുനെസിനെ തീർക്കാൻ വരെ പദ്ധതികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ മരിച്ച ഒരു വിദ്യാർത്ഥി നേതാവ്, അയാളുടെ സഹോദരൻ പറയുന്നത് യുനെസിനെ തട്ടുമെന്നാണ്. കാരണം ഇനി ഇവനെ വച്ചുകൊണ്ടിരുന്ന രാജ്യം തകരും, അതുകൊണ്ട് ഇവനെ തട്ടണമെന്നാണ്. നമ്മൾ കരുതിയത് അമേരിക്ക യുനെസിന്റെ കൂടെ നിൽക്കുമെന്നൊക്കെയാണ്. ഇപ്പൊ അമേരിക്ക പറയുന്നത് മര്യാദയ്ക്കൊക്കെ പോയാൽ നിനക്ക് കൊള്ളാം, എന്തിനാണ് അവാമി ലീഗിനെ നിരോധിച്ചത്, അവാമി ലീഗ് ഇവിടെ മത്സരിക്കണം. റഷ്യയും പറഞ്ഞു ഇന്ത്യ കൂടുതൽ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ ഇന്ത്യ കയറി അടിക്കും, പിന്നെ നീയൊക്കെ ഉണ്ടാകില്ല എന്നുള്ളത് റഷ്യയും മുന്നറിയിപ്പ് നൽകി. വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഈ മൗനം പാലിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇന്ത്യയുടെ മൗനം ഒരു വലിയ തിരിച്ചടിക്കുള്ള മുന്നോടിയുള്ള ഒരു മൗനമായിരിക്കും. ഇന്ത്യ എന്തോ ഒരു വലിയ ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായിരിക്കും സാർ ഇനി ഈ അമേരിക്കയും റഷ്യയും കൂടെ ഒന്നിക്കുന്നു, ഇന്ത്യയും അമേരിക്കയും റഷ്യയും കൂടെ ചേരുമ്പോൾ യുനെസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നു? ഞാൻ ചോദിക്കാവുന്നതല്ല, യുനെസിന്റെ തല അവിടെ വീഴുമോ എന്നുള്ളതാണ്. ഇടക്കാല സർക്കാരായി വന്ന് ഇപ്പോൾ അങ്ങ് ഭരിച്ചു തള്ളി അവിടെ അങ്ങ് മലർത്തി അടിക്കാൻ പാകിസ്ഥാനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ പിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാം എന്നൊക്കെ വിചാരിച്ച പലരുടെയും മോഹങ്ങൾക്ക് കൂടി ഒരു മങ്ങലേൽക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. അമേരിക്ക ഈ ഒരു നീക്കം നടത്തുമെന്ന് യുനെസ് വിചാരിച്ചിട്ടുണ്ടാവില്ല. യുനെസിന്റെ തലയിൽ അല്ലെങ്കിൽ അജ്ഞാതന്റെ റഡാറിൽ യുനെസ് എന്ന് പറയേണ്ടി വരും. എപ്പോൾ തല പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 24 മണിക്കൂർ അന്ത്യശാസനം വിദ്യാർത്ഥി നേതാക്കന്മാർ അവിടെ കൊടുത്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. യുനെസ് ഇപ്പം വളരെ കൃത്യമായിട്ട് അവിടെ അറസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭകാരികളെ ഒരു മിനിറ്റിൽ 2 പേരെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ കേട്ടുണ്ട്. ഒരു മിനിറ്റിൽ അത്തരത്തിൽ എന്ന് വെച്ചാൽ ഇലക്ഷൻ നടത്തണം, ക്രമസമാധാനം തന്നെ പാലിക്കണം. കാരണം ഇത് ഇപ്പോൾ ഈ പ്രക്ഷോഭം ഉരുത്തിരിക്കുന്നതിൻ്റെ പിറകിൽ യുനെസ് ആയിരുന്നു. അല്ലെങ്കിൽ ആ പ്രക്ഷോഭം കാരണം ഇലക്ഷൻ നടക്കാതിരിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്കും യുനെസിനും ഒക്കെ ഇലക്ഷൻ നടന്നാൽ ഒരുപക്ഷെ അവർ അധികാരത്തിൽ നിന്ന് വെളിയിൽ പോകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇലക്ഷൻ വേണ്ടായിരുന്നു തീരുമാനിച്ചിരുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഇലക്ഷന് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിട്ടുള്ള യാസിൻ, അതിനുശേഷം തൊഴിലാളി വിദ്യാർത്ഥി നേതാവ് NCP അവൻ്റെ വിലയ്ക്കകത്ത് വെടിയുണ്ടായിരിക്കുക, എപ്പോഴാണ് തീരുന്നതെന്ന് അറിയത്തില്ല, അവനെല്ലാം തീർത്തിരിക്കും. എന്തായാലും ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞാൽ കൊല്ലുന്നതും ചാവുന്നതും എല്ലാം നമ്മുടെ എതിരായിട്ടുള്ള ആൾക്കാരെ തല ആരോ പൊട്ടിത്തെറിപ്പിക്കുന്നു. പിറകിൽ ആരാണെന്ന് അറിയത്തില്ല. കലാപത്തിന് അവസാനം പട്ടാള ഭരണം വരുമോ എന്നറിയത്തില്ല. പട്ടാള ഭരണം വന്നാൽ ഈ അവാമി ലീഗിന്റെ പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ അവർക്ക് തീരുമാനിക്കും. ഏതായാലും അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അമേരിക്ക ഒരു തീരുമാനമെടുത്ത് യുനെസെ കളിക്കേണ്ട, മര്യാദകൾ കാണിക്കേണ്ട, നിങ്ങൾ എടുത്തേക്കുന്ന തീരുമാനമൊന്നും അംഗീകരിച്ചു തരാൻ പറ്റും. എടുത്തേക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മര്യാദയ്ക്കനുസരിച്ച് ഇലക്ഷൻ നടത്തിക്കോണം. അതിനകത്ത് ജനാധിപത്യത്തിൽ ആ ജനാധിപത്യ മര്യാദയ്ക്കകത്ത് പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് ഇരുന്നിട്ടുള്ള ഒരു പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. അത് ഹസീനയുടെ പാർട്ടിക്ക്. ആരായി പറയുന്നത്? അമേരിക്ക പറയുന്നത്. അതുപോലെ ഹസീനയ്ക്കെതിരെ എടുത്ത കേസും കോടതി വിധിയൊക്കെ ഏകപക്ഷീയമാണെന്ന് തോന്നുന്നുണ്ട്. അത് പുനഃപരിശോധനയ്ക്ക് വരും. അപ്പം അവിടെ എന്തിരിക്കുന്നു? അന്താരാഷ്ട്ര കോടതി പോയാലും ഇതേ അഭിപ്രായമല്ലേ പറയുന്നത്. നമ്മളും പറഞ്ഞത് അത് തന്നെയല്ലേ. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം റഷ്യ പറഞ്ഞു 1971 ഓർമ്മയുണ്ടൂടെ, നീ എന്നെയൊക്കെ ഉണ്ടാക്കിയത് ഇന്ത്യ, അതിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടുള്ള മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇന്ത്യക്കെതിരെയുള്ള നീക്കം നിർത്തിക്കണം, ഹിന്ദുവിനെതിരെയുള്ള നീക്കം നിർത്തിക്കണം, അല്ലെങ്കിൽ ഇടപെടേണ്ടി വരും. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ യുഎസിൻ്റെ അത് പ്രധാനപ്പെട്ട 2 കക്ഷികൾ ഈ വെറും അവരുടെയൊക്കെ നോട്ടത്തിൽ കാഴ്ചപ്പാടിൽ അവർ തീരുമാനിച്ചാൽ മണിക്കൂർ പോലും വേണ്ടാത്ത ബംഗ്ലാദേശിനെതിരെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ പറയുന്നത് ഇന്ത്യ മിണ്ടാതിരിക്കുന്നു. ഇന്ത്യ അതിർത്തി രേഖപ്പെടുത്തിയതേ ഉള്ളൂ. പറയുന്നത് ആരാ? ഇന്ത്യ അതിർത്തി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തിക്ക് വേണ്ടി വാദിക്കാൻ ലോകത്തെ ഏറ്റവും സൈന്യമായിട്ട് ശക്തിയുള്ള റഷ്യ പറയുന്നു മര്യാദ പഠിപ്പിക്കും, ഇന്ത്യക്കെതിരെ നീങ്ങണ്ട. അതിനുശേഷം അമേരിക്ക പറയുന്നു ഇന്നലെ ഹസീനയെ വെച്ചുള്ള കളിയൊക്കെ മതി, അവർക്ക് അതിനകത്ത് അവരെ വ്യക്തമായി പറഞ്ഞു. ഇതെന്തുകൂടി ഇത് ഇന്ത്യ തീരുമാനിക്കുന്നു, ലോകരാജ്യങ്ങൾ അത് ബംഗ്ലാദേശിൻ്റെ അടുത്ത് പറയുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനകത്ത് ഇപ്പം വിചാരിക്കുന്ന അവിടുത്തെ എയർ സ്പേസ്, നമ്മൾ 4200 കിലോമീറ്റർ വളഞ്ഞു കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യമോ, വലിയ ത്രെട്ടുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്കെതിരെ ഉരുത്തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇഷ്ടത്തിന് അവിടുന്ന് ഭീകരവാദികളെ കയറി വിട്ടുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നു രാജ്യം. അതുകൊണ്ട് നമ്മൾക്ക് ഇത്രയും അതിർത്തി ഉണ്ടായിട്ട് നമുക്ക് റിസ്ക് ഉണ്ട്. മാത്രമല്ല ഇത്രയും അതിർത്തി ഉണ്ടായിട്ട് നമ്മളിവനെ വളഞ്ഞു പിടിച്ചേക്കും. അതാലോചിക്കണം, നമ്മളിവനെ വളഞ്ഞു പിടിച്ചേക്കുക. ഇവൻ ഇവിടുന്ന് പറന്ന് പോകണമെങ്കിൽ നമ്മൾ തീരുമാനിക്കും. ഹസീന ഇറങ്ങി വെളിയുന്നപ്പോൾ ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് അവിടുന്ന് പൊക്കി, അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുപോയി, ഒരു ഫോണും വന്ന് ഹെലികോപ്റ്ററും ആ സ്പോട്ടിൽ വന്ന് അവിടുന്ന് പൊക്കി, അല്ലെങ്കിൽ അവിടുന്ന് കലാപകാരികൾ വന്നപ്പോഴത്തേനും ഹസീന ഇന്ത്യയിലുണ്ട്. പക്ഷേ യുനെസിനെതിരെ കലാപകാരികൾ ഇറങ്ങിയിട്ടുണ്ട്.
പോലീസും അന്ന് തീരുമാനിച്ചതുപോലെ ഇപ്പം പ്രക്ഷോഭം നയിക്കുന്ന ആൾക്കാർ, നടത്തുന്ന ആൾക്കാർ ഒന്ന് തീരുമാനിച്ചാൽ യൂനസിനെ അവന്മാർ പൊക്കിക്കൊണ്ട് പോകും. യൂനസിനെ ഈ പറഞ്ഞ പോലെ കാച്ചും. അതാ യൂനസിൻ്റെ കാര്യത്തിനകത്ത്. അപ്പം ഈ പ്രക്ഷോഭത്തിൻ്റെ പിറകിൽ ആരൊക്കെയോ പറയുന്നുണ്ട് ഇന്ത്യക്ക് ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഈ വിചാരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നിടം വരെ ഇങ്ങനെ പ്രക്ഷോഭം നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ പുറകിൽ ഇന്ത്യക്ക് ഇടപെടലുണ്ടെങ്കിൽ ഹൈദരാബാദാന്നല്ല പറയുന്നത്, അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അപ്പം ഈ പറയുന്ന പട്ടാളവും പോലീസും ഒക്കെ ഒരു സമയം ഈ കൊട്ടാരത്തിന് വട്ടം നിൽക്കുന്ന പ്രക്ഷോഭകാരികളോട് കൊന്ന് കണ്ണടച്ചാൽ അതിനകത്ത് നീ മുതുകനെ നോബൽ സമ്മാന നേതാവിനെ വലിച്ചിറക്കി അവിടുത്തെ കാര്യം അറിയാണ്ട്. ഇതിനെക്കാട്ടി വലിയ ഹസീനയുടെ ഒരു കുടുംബത്തെ മാത്രം ഒരു നിമിഷം കൊണ്ട് 38 പേരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കൊന്നതാണ്. ഈ പ്രക്ഷോഭത്തിന് ശേഷം അവാമി ലീഗിൻ്റെ മുൻ മന്ത്രിമാരെയും അല്ലെങ്കിൽ എം പിമാരായിട്ടിരുന്നിട്ടുള്ളവരും പ്രമുഖരായിട്ടുള്ളവരുടെ വീടും തീ കത്തിച്ച് കൊല്ലുന്നതാ. അവർക്കിതൊന്നും വലിയ കാര്യമല്ല, അവിടെ ഇതൊരു വലിയ പ്രശ്നമല്ല. ആ രീതിയിലെ കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന്, അല്ലെങ്കിൽ അതായത് സംരക്ഷിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് തന്നെ ഇയാളുടെ ജോലി ഇയാൾ ഇനി അവിടെ ഇരുന്ന് നോക്കണ്ട, ആ നോക്കുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, മാറിക്കോ, അല്ലെങ്കിൽ ഞങ്ങളില്ല സംരക്ഷിക്കാൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. യൂനസിന് ഒരുപക്ഷെ അജ്ഞാതൻ്റെ റഡാറിലുണ്ടോ? യൂനസിൻ്റെ തല പൊട്ടിത്തെറിക്കും. കാരണം ഇന്നതുപോലെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. കാരണം വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുന്നു ബംഗ്ലാദേശ്. ഏത് BNP നേതാവ് വരുന്നതോടെ അല്ലെങ്കിൽ അപ്പോൾ ഇയാൾ വരുന്നതിന് ഇത്രയും സുരക്ഷ, അല്ലെങ്കിൽ അയാൾ അവിടെ വന്നാൽ പോലും അയാൾക്ക് വേണ്ടപ്പെട്ട സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി സാധിക്കുമോ? അല്ലെങ്കിൽ സുരക്ഷ എന്തിനും അടച്ചിടുന്നത്? ഒരു നമ്മുടെ നേതാക്കന്മാർ വരുമ്പോൾ അടച്ചിടാറുണ്ടോ? ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പം ഇതിന് അയാൾ വരുന്നു, അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ അവിടെ ഇറങ്ങട്ടെ എന്നുള്ള, അല്ലെങ്കിൽ ഇതിനും എവിടെ നിന്നോ ഒരു ഇടപെടിയും. അതായത് യൂനസ് ഈ പറയുന്ന BNPയുടെ നേതാവ് ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ടല്ല, അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇരിക്കുന്ന ജമായത്ത് ഇസ്ലാമിക്ക് അനുകൂലമായിട്ടല്ല. ആ വർത്തമാനം ഒരു ജനാധിപത്യ മര്യാദയുള്ള രാജ്യത്തിൻ്റെ വർത്തമാനം, ഒരു ജനാധിപത്യ നേതാവിൻ്റെ വർത്തമാനം, ആ ശൈലി ആകണം എന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യയാണ്. അപ്പം വന്നാൽ ഒരുപക്ഷെ ഏറ്റവും അവസാനം ഈ പറയുന്ന പാർട്ടിക്ക് മത്സരിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ പോലും വന്നാൽ BNP മത്സരിച്ചാലും ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അവിടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ആരെ എന്ത് എന്നുള്ളതല്ല, അവിടെ വരുന്നവർ നമ്മുടെ ഭാഗമാകണം, ഇന്ത്യയുടെ ഭാഗമാകണം, ഇന്ത്യക്ക് താല്പര്യമുള്ളതാകണം. ഇന്ത്യക്ക് നാളെക്കാലത്തെ ബംഗ്ലാദേശിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന ഒരവസ്ഥ വരരുത്. നേരത്തെ ഹസീന ഭരിച്ചപ്പോഴത്തെ കൂട്ട് അവിടുത്തെ ഇന്ത്യ വിരുദ്ധരെയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെയും ഭീകരന്മാരെയും തീവ്രവാദികളെയും ഒക്കെ പിടിച്ച് ജയിലിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിലേക്ക്, ആ രീതിയിലേക്ക്, അത്തരത്തിലുള്ള ഭരണത്തിലേക്ക് പോകുന്ന ഒരു ബംഗ്ലാദേശിനെ വാർത്തെടുക്കുന്നിടം വരെ മോര് കടയുന്ന അവസ്ഥയാണ്. അയ്യോ, തൈര് കടയുന്ന അവസ്ഥയാണ്. കടഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഈ വരുന്നിടം വരെ നമ്മൾ കടയും. അപ്പോൾ ഇത് കടഞ്ഞുകൊണ്ടിരിക്കുന്നു. കടച്ചിൻ്റെ പുറകിൽ ആർക്കും അറിയത്തില്ല. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയുടെ തീരുമാനം യൂനസിനെ വെച്ചിട്ട് അവിടെ ഭരിക്കാൻ ഇതുവരെ കാലം കഴിയാത്തപ്പോൾ അയാളെ മാറ്റി തീരുമാനിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു അതേ അഭിപ്രായം അമേരിക്കക്കാരനെ കൊണ്ട് പറയിക്കാൻ കഴിയുന്ന രീതിയിലേക്കൊരു ഇന്ത്യ, അല്ലെങ്കിൽ ഒരു ഡീപ് സ്റ്റേറ്റ്, ലോകമൊക്കെ പറയുന്നത് ഇന്ത്യക്കും ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല, ഒരു ഡീപ് സ്റ്റേറ്റ് ആണോ ഇതിൻ്റെ പുറകിൽ എന്ന് പറയും. ഏതായാലും യൂനസിനെ എല്ലാവരും കൈവിടുന്നു, പ്രക്ഷോഭകാരികൾ കൈവിടുന്നു, റഷ്യ താക്കീത് കൊടുക്കുന്നു, അമേരിക്ക കൈവിടുന്നു. ഇന്ത്യ യൂനസിന് എതിരാണ്, ഇന്ത്യക്കെതിരാണ് യൂനസ്.